ഒരു തുണിക്കഷ്ണം കണ്ടാൽ എന്തിനാണ് ആളുകൾ ആദരവോടെ എഴുന്നേറ്റു നിൽക്കുന്നത്? ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതേ തുണിക്കഷ്ണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് സൈനികർ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്നത്? കാരണം അത് വെറും തുണിയല്ല, ഒരു രാജ്യത്തിന്റെ ആത്മാവും അഭിമാനവും സ്വാതന്ത്ര്യവും കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളുമാണ്. എല്ലാവർക്കും ദേശീയ പതാക ദിനാശംസ. പക്ഷേ ഒരു ചോദ്യം, ഇന്ന് നമ്മൾ ആദരവോടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ത്രിവർണ പതാക ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. അതിനു പിന്നിൽ വർഷങ്ങളുടെ പോരാട്ടവും നിരവധി രൂപമാറ്റങ്ങളും അനേകം ദേശസ്നേഹികളുടെ സ്വപ്നങ്ങളുമുണ്ട്. ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നത് എപ്പോഴാണെന്നറിയാമോ? 1906 ആഗസ്റ്റ് 7 കൊൽക്കത്തയിലെ പാഴ്സി ബാഗാൻ സ്ക്വയറിൽ. അന്നത്തെ പതാകയിൽ ഇന്നത്തെ പോലെ കേസരി, വെള്ള, പച്ച നിറങ്ങളായിരുന്നില്ല. പകരം പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ 3 നിറങ്ങളായിരുന്നു. പിന്നീട് 1907 ഭികാജി കാമ യൂറോപ്പിൽ ഇന്ത്യയുടെ പതാക ഉയർത്തി ലോകത്തോട് ഒരു സന്ദേശം നൽകി: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം. അതിനുശേഷം 1917 ബാലഗംഗാധർ തിലകും ആനി ബസന്റും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മറ്റൊരു പതാക അവതരിപ്പിച്ചു. എന്നാൽ ഇന്ത്യയെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരു ദേശീയ പതാകയുടെ ആവശ്യകത അപ്പോഴും നിലനിന്നിരുന്നു. അപ്പോൾ രംഗത്തെത്തിയത് ആരാണെന്നറിയാമോ? ആന്ധ്രാപ്രദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ പിംഗളി വെങ്കയ്യ. 1921 അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ഒരു പുതിയ പതാകയുടെ രൂപരേഖ സമർപ്പിച്ചു. അതാണ് പിന്നീട് നിരവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. 1931 കേസരി, വെള്ള, പച്ച നിറങ്ങളോടും നടുവിൽ ചർക്കയോടും കൂടിയ പതാക കോൺഗ്രസ് അംഗീകരിച്ചു. ഇന്നത്തെ ദേശീയ പതാകയുടെ അടിസ്ഥാന രൂപം അതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന അശോക ചക്രമുള്ള പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എപ്പോഴാണെന്നറിയാമോ? 1947 ജൂലൈ 22 ഭരണഘടനാ സഭയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വെറും 24 ദിവസം മുൻപായിരുന്നു ഈ ചരിത്ര നിമിഷം. അതുകൊണ്ടാണ് എല്ലാ വർഷവും ജൂലൈ 22 ദേശീയ പതാക ദിനമായി ഓർക്കപ്പെടുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഈ 3 നിറങ്ങൾ വെറും ഭംഗിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. മുകളിലെ കേസരി നിറം ധൈര്യത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. നടുവിലെ വെള്ള നിറം സത്യവും സമാധാനവും സൂചിപ്പിക്കുന്നു. താഴെയുള്ള പച്ച നിറം വളർച്ചയെയും സമൃദ്ധിയെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ നടുവിലുള്ള നീല നിറത്തിലുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രം, അത് സത്യത്തിൽ നീതിയുടെയും നിരന്തര പുരോഗതിയുടെയും പ്രതീകമാണ്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ സന്ദേശം വളരെ ലളിതമാണ്: ചലനമാണ് ജീവിതം, മുന്നേറ്റമാണ് രാഷ്ട്രത്തിന്റെ ശക്തി. അതിനാൽ അടുത്ത തവണ ദേശീയ പതാക ഉയരുന്നത് കാണുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക: ഉയരുന്നത് വെറും ഒരു തുണിക്കഷ്ണമല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും ആത്മാഭിമാനവുമാണ്. അതുകൊണ്ട് ദേശീയ പതാകയെ ആദരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാജ്യത്തിന്റെ മൂല്യങ്ങളെയും ആദരിക്കുന്നതിന് തുല്യമാണ്.